അപ്പോൾ നമ്മൾ ആദ്യം മാച്ചിൽ നിന്ന് ക്വസ്റ്റ്യൻസുമായിട്ട് വിജയ് സാർ, അത് കഴിഞ്ഞാൽ അമീൻ സാർ സോഷ്യലുമായിട്ട് വരും, അത് കഴിഞ്ഞ് മാത്സുമായിട്ട് ഞാൻ വരും, അതിനുശേഷം മിഥില മിസ് വരും, അങ്ങനെ എല്ലാ സബ്ജക്ട്സും മാറ്റും സാറ്റും എല്ലാം നമ്മൾ ഇന്നത്തെ ഒരൊറ്റ ലൈവിൽ റിവൈസ് ചെയ്യാൻ പോവാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നാളെയും നമുക്ക് ലൈവ് ഉണ്ട്. നാളെ കൃത്യം 7 മണിക്ക് പ്ലാൻ എന്ന് പറയുന്നത് ഷുവർ 180 questions. യെസ്, അതായത് പിറ്റേന്ന് നിങ്ങൾക്ക് 150 ചോദ്യങ്ങളാണ്. എക്സാം ഹാളിൽ 150 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ കൃത്യം നമ്മൾ തലേന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയൊന്നും ആൾക്കാരെ ഇവിടെ കണ്ടാൽ പോരാ, എല്ലാവരും ഷെയർ ചെയ്യാ, എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരിക. ഫുൾ വൈബായിട്ട് നമുക്ക് ഇന്ന് പഠിക്കണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാൻ. ഞാൻ പോയിട്ട് വരാം. ഗുഡ് ബൈ. വിജയ് സാർ, ഓക്കെ. യെസ്, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചോണ്ട് വേഗം വാ. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമ്മളെ മാറ്റിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ സബ്ജക്റ്റിലെ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത്രയും കുട്ടികളൊന്നും പോരാ, നിങ്ങൾ വേഗം പോയി നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവാ. കാരണം അവരെല്ലാവരും ഇരുന്നു കൊണ്ട് ഒരു ടീച്ചർ അല്ലേ, എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. കാരണം എല്ലാ കുട്ടികളെയും മുന്നിൽ ഇരുത്തിക്കൊണ്ട് ഒരു 10,000 കുട്ടികളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ആ കുട്ടികളെ എല്ലാം മാത്സും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത കുട്ടികൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞോ എത്ര പേർക്ക് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞോ. ഞാൻ അവരുടെയൊക്കെ പേര് വായിക്കാൻ ശ്രമിക്കാം. അത്രയും പേര് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ മാത്സും സോഷ്യലും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. മൺഡേയിലെ, അതായത് 9-ാം തീയതി നടക്കുന്ന പരീക്ഷയിൽ നല്ല അടിപൊളി മാർക്ക് നിങ്ങൾക്ക് നേടിക്കൊണ്ട് നമ്മുടെ NMSലെ സ്കോളർഷിപ്പ് കിട്ടുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. നിങ്ങൾ ക്ലാസ് മുഴുവൻ കാണാം. അതായത് ക്ലാസ് അവിടെയും ഇവിടെയും കാണാണ്ടേ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. ഫ്രണ്ട്സിന് ഇപ്പം വന്ന കുട്ടികൾ എത്ര പേരുണ്ട് ഞാനൊന്ന് കാണട്ടെ. ഒന്ന് വേഗം ഒന്ന് പറഞ്ഞ് വന്ന കുട്ടികൾ എത്ര പേര് ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാൻ പറ്റുമോ? എത്ര പേര് വന്നിട്ടുണ്ട് ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് വേഗം ഒന്ന് പറഞ്ഞേ. റെഡിയാണോ? ഓക്കെ, ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ, റെഡിയാണോ? ഓക്കെ, ഇതെന്തോ ഒരു സാധനം വന്നല്ലോ. ഓക്കെ, ഒറ്റ മിനിറ്റ്, എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു ആപ്പ്. ഓക്കെ, റെഡി. അപ്പൊ എന്റെ പൊന്നു മക്കൾ ഓക്കെ, റെഡി. അപ്പൊ എന്റെ പൊന്നു മക്കളോട് പറയാനുള്ളത് സ്ക്രീനിൽ നോക്കി. യെസ്, അപ്പൊ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം എന്ത് ചെയ്യാ, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. യെസ്, അടിപൊളിയായിട്ട് നമ്മുടെ മാത്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നല്ല കിണ്ണം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കിണ്ണം കാച്ച ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് മാറ്റിൽ പഠിപ്പിക്കുന്ന അടിപൊളി ക്വസ്റ്റ്യൻസ് നാളെ, അതായത് പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണെന്നുള്ളതൊക്കെ സർപ്രൈസ് ആണ്. അതായത് ചില കുട്ടികൾ ഒരുപാട് പേര് എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചും അതുപോലെ നേരിട്ടും ഒക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, മാഷെ ഇതൊന്ന് പഠിപ്പിക്കോ അതൊന്ന് പഠിപ്പിക്കോ. മെസ്സേജിന്റെ ബഹളമാണ്. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് പറ്റുന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും റീപ്ലൈ തരുന്നുണ്ട്. എങ്കിൽ പോലും ദേ മക്കളെ, നിങ്ങൾ വേഗം നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്ത് വെക്കുക. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആർക്കൊക്കെയാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് ആ മക്കൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്തേ, ഒന്ന് വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. എല്ലാം കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു കൊടുത്തേ. യെസ്, വേഗം ഒന്ന് പറഞ്ഞു കൊടുത്തേ. വേഗം ഒന്ന് ഷെയർ ചെയ്യണേ. യെസ്, ഓക്കെ, റെഡി. വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. റെഡി. അപ്പൊ എന്റെ പൊന്നു മക്കളോട് പറയാനുള്ളത് ദാ വേഗം. ഓക്കെ, റെഡി. അപ്പൊ എന്റെ പൊന്നു മക്കളെ വേഗം ഷെയർ ചെയ്ത് കൊടുക്കും. എത്തൊന്ന് റെഡി ആക്കി എടുക്കാം. നമ്മൾ ഇന്നത്തെ അങ്ങനെ വരുന്നേ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. നമ്മൾ ബോർഡിൽ ഇപ്പം നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ തുടങ്ങുകയാണ്. ഞാൻ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിച്ചോ. നമ്മൾ ഇന്ന് മാറ്റ് സെറ്റ് ആക്കി എടുക്കും കേട്ടോ. ഓക്കെ, മാറ്റ് സെറ്റ് ആക്കി എടുക്കും. റെഡി. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടേ. റെഡി. ഓക്കെ, സെറ്റ്.
ഓക്കെ റെഡി, സെറ്റ്. ഓക്കെ, ഒരേ പൊളി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് തുടങ്ങിയാലോ? നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ സമയം കളയണ്ട. കാരണം 9-ാം തീയതി പരീക്ഷ അടക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് സാർ അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മാർക്കും കിട്ടൂല. ഞാൻ ഓരോന്ന് പറയും. ഞാൻ ഫുൾ ഇന്ന് കണ്ടന്റ് ഓൺലി. റെഡിയാണോ? ഇന്ന് പരീക്ഷയിൽ മാറ്റ് ടഫായിരുന്നു. മാറ്റ് പൊതുവേ ടഫ് ആവാറില്ല, പക്ഷെ നിങ്ങൾ ടഫ് ഉള്ളത് പഠിക്കുന്നതല്ല. ഒന്നും കൂടെ ഒന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ എക്സാമിന്റെ മാറ്റ് അടിപൊളിയാണ്. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ പോകും കേട്ടോ. അടിപൊളിയാണ്. എന്താ മോനെ, റെഡി അല്ലേ? എന്നാ തുടങ്ങല്ലേ, നമുക്ക് തുടങ്ങല്ലേ? യെസ്, റെഡി. ഹായ് ഓൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മാറ്റ് ടഫാണ്. ഈ മാറ്റ് ടഫാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം പറയാം. ആ മാറ്റ് ടഫാവുന്ന പ്രധാനപ്പെട്ട കാരണം പറയടാ. ഈ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്ന സാധനം പല കുട്ടികൾക്ക് അറിയില്ല. മിസ്സിംഗ് നമ്പറിൽ എങ്ങനെ നമ്പർ കണ്ടുപിടിക്കാൻ, എങ്ങനെ മിസ്സായ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് കണ്ടുപിടിച്ചുള്ള സമയമൊക്കെ പോകും. സമയം പോകുമ്പോൾ കുട്ടികൾ പറയുന്നത് ഇത് ടഫാണ്. അപ്പൊ ആ ഒരു ടഫ് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വന്ന കുട്ടികളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വേഗം 2000 കുട്ടികൾ ഇതിൽ കാണുന്നുണ്ടല്ലോ, ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് തുടങ്ങാം. റെഡി അല്ലേ? നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാനും റെഡിയാ. ഇതിന് ആൻസർ പറയാൻ പറ്റുമോ? എന്താ മോനെ, ആൻസർ പറയാൻ പറ്റുമോ? സിമ്പിളാ. ഇങ്ങനെ ഒരു ചതുരൊക്കെ തന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള നമ്പർ കണ്ടുപിടിക്കാനായിരിക്കും നമ്മളോട് പറയാം മിസ്സിംഗ് നമ്പർ ആണ്. പല കുട്ടികളും ചോദിക്കുന്നതാണ്, സാറേ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത് കഴിയാത്തതിന്റെ ഒന്നാമത്തെ പ്രശ്നം, ആ മിസ്സിംഗ് നമ്പറിൽ ഓരോന്നിനും ഓരോ ടൈപ്പ് സാധനങ്ങളാണ് വരിക. അതിന് പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ ഇനിയിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ അധികം സമയമല്ല. അപ്പൊ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാനുള്ള അവരോട് പറഞ്ഞുതരാം. ഈ 24 ചുറ്റുള്ള നമ്പറുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്, പറയാൻ പറ്റും. ഇതിന് ആൻസർ സിമ്പിൾ ആണ്. ഈ 24 ചുറ്റുള്ള നമ്പറുകളായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, പറയാൻ പറ്റുമോ മച്ചാനെ? സിമ്പിളാ, ഞാൻ പറഞ്ഞുതരാം. ഈ 25ഉം 11 ഒന്ന് കൂട്ടി സൈഡിലുള്ള രണ്ടും കൂട്ടുക. ഞാൻ വേഗം ഇത് മുമ്പേ ഡിസ്കസ് ചെയ്താണ്, പക്ഷെ റിവിഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങോട്ട് കിടിലൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 25ഉം 11ഉം കൂടെ കൂട്ടിക്ക് നിങ്ങൾക്കറിയാം 36 അതുപോലെ തന്നെ 10ഉം 2ഉം കൂടെ കൂട്ടിക്ക് 10 + 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. ആ രണ്ട് കൂട്ടിയ സാധനങ്ങൾ കണ്ടോ? സൈഡിൽ 2, താഴത്ത് 2. ആ സാധനങ്ങൾ കൂട്ടിയത് തമ്മിൽ എന്ത് ചെയ്യുക? കുറച്ച്. 32 24 കുറച്ചാൽ എത്രയാടാ? 30 ഇയാൾ എവിടോ നോക്കിയാ പറയുന്നത്. 36 12 കുറച്ചാൽ 24 അല്ലേ മുത്തുമണി? അവിടെ നോക്ക്, നടുക്ക് നോക്ക്, 24 കിട്ടി. എന്താ പറയുക? സെറ്റല്ലേ? സൈഡിലുള്ള മുകളിൽ 2 കൂട്ടുക, താഴത്ത് 2 കൂട്ടുക, അത് തമ്മിൽ കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് റെഡിയാണോ നോക്ക്. 4 + 5 4 5 കൂട്ടിക്ക്. 4 5 കൂട്ടിയിട്ട് 9 കിട്ടി. 5 3 കൂട്ടിയിട്ട് 8 കിട്ടി. അപ്പൊ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ച് 9 - 8 ദാറ്റ് ഈസ് 1. എന്റെ പൊന്നു കുഞ്ഞോനെ, ആരാണ് നടുത്തുള്ളത്? എന്താ മോനെ, സെറ്റല്ലേ? അത്രയേ ഉള്ളൂ കുഞ്ഞോളെ. ഇനി പഠിപ്പിക്കേണ്ട കാര്യം അതാണ്, ലോജിക് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ നമ്പർ വരുമ്പോ ചുറ്റും നമ്പറിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞ് 50ഉം 24ഉം കൂട്ടുമുത്തേ. 50 + 24 എത്രയാടാ? 50ഉം 24ഉം കൂട്ടിയാല് എത്രയാ? നിങ്ങൾക്കറിയാം 50ഉം 24ഉം 74. ആ 74 അങ്ങനെ അങ്ങോട്ട് വെക്കുക. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ ചെയ്യ്. 25ഉം 12ഉം കൂട്ടുക. മുകളിലുള്ളത് കൂട്ടുക, താഴെയുള്ളത് കൂട്ടുക. അപ്പൊ 20ഉം 12ഉം കൂടെ കൂട്ടുമുത്തേ, കൂട്ട്. അപ്പൊ 20ഉം 12ഉം എത്രയാ? 20ഉം 12ഉം 25ആണ്. ഞാൻ 20 എഴുതിയത്, സോറി. പറഞ്ഞതൊന്നും എഴുതുന്ന വേറൊന്നുമാ. ഓക്കെ, റെഡി. 25ഉം 12ഉം 37. ഇത് രണ്ടും കുറച്ച് 74 37 കുറച്ചാ 37. നമ്മുടെ ഉത്തരം ഒരേ പൊളി. ആൻസർ ഓപ്ഷൻ 3 37. റെഡിയാണോ മക്കളെ? റെഡി ആണെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചിരിക്കുന്ന സ്മൈലിട്ടേ. ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പേടിയും ഒരുപാട് വിഷമങ്ങളും നിങ്ങളെ ഉള്ളിൽ ഉണ്ടാകും എന്ന് എനിക്കറിയാം. എന്നാലും പ്രശ്നമില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് കോൺഫിഡൻസോട് കൂടെ ഫുൾ പവറോട് കൂടെ ഒന്ന് ചിരിച്ചേ. മനസ്സ് തുറന്ന് ചിരിക്കടാ കമന്റ് സെക്ഷനിൽ. അനദർ മെത്തേഡ്, ഒരുപാട് മെത്തേഡ് ഇതിലുണ്ട് കേട്ടോ. മാറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, പക്ഷേ ഉത്തരം കിട്ടണം. പല മെത്തേഡിൽ ഫോളോ ചെയ്തിട്ട് പല ഉത്തരവരുത്. ആ ഉത്തരം ചോദ്യ പേപ്പർ ഉണ്ടാക്കിയ ആള് വിചാരിച്ച പോലെ തന്നെയാണോന്നും നോക്കണം കേട്ടോ മുത്തേ. അങ്ങനെ നോക്ക്. ഒരു ടഫ് സാധന. ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യം ചെയ്യാൻ പറ്റുമോ?
ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്ത് കാണിക്കുന്ന കുട്ടിക്ക് എന്റെ എന്താ തരിക, എന്റെ കൺഗ്രാജുലേഷൻസ് പറയാൻ പറ്റുമോ? ഇതിന്റെ ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞേ. ഇന്നത്തെ എക്സാമിന് ആൻസർക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇടും. സീനില്ല, ഒരേ വിളി. ഓക്കെ, എന്താ മോനെ ടെൻഷൻ വേണ്ട. ഓക്കെ, എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞു? ഓക്കെ, റെഡി സെറ്റ്. മാക്സിമം ഞാൻ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കലുണ്ട്, പക്ഷെ അത് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. ഒരുപാട് മെസ്സേജ് ഇല്ല എല്ലായിടത്തും വരുന്ന. അതാ നോക്ക്, 9 നടുക്ക് കിട്ടിയ കാര്യം എന്താ നോക്ക് കുഞ്ഞോനെ എവിടെ വാ പറഞ്ഞുതരാം. 9 നടുക്ക് കിട്ടിയ കാര്യം എന്താ പറയാ. പല കുട്ടികൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിലും ഇതിന് ആൻസർ ഇതാ. 5 പറയുന്നവരുണ്ട്, 7 പറയുന്നവരുണ്ട്. ഏതാണ് ഉത്തരം? കണ്ടോ, 6 പറയുന്ന ഒരുപാട് പേരുണ്ട്, 6 പറയുന്ന ഒരുപാട് പേരുണ്ട്, 5 പറയുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഈ 9 കിട്ടാൻ എന്താ കാരണം നോക്കണം. 9 കിട്ടാനുള്ള കാരണം ഇവിടേക്ക് നോക്കുമുത്തേ. 5ഉം 2ഉം ഒന്ന് കുറച്ചേ, സൈഡിലുള്ള ദാനം. 5ന്ന് 2 കുറച്ച് അങ്ങക്ക് അറിയാലോ. 5ന്ന് 2 കുറച്ച് എത്രയാ? അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. 5 - 2 ദാറ്റ് ഈസ് 3 ആണ്. 5ന്ന് 2 കുറച്ച 3 ആണ്. ആ 3 അവിടെ എഴുതി വെക്കുക. അതുപോലെ 12 6 ദേ താഴോട്ട് കുറക്കി. 12 - 6 12 6 കുറച്ചാല് 6. ആ കുറച്ച് കിട്ടിയ സംഖ്യകളില്ലേ, ഏത് സൈഡിൽ കുറച്ച് കിട്ടിയ സംഖ്യകൾ ഏതൊക്കെയാ? സൈഡിൽ കുറച്ചു. ആ കുറച്ച് കിട്ടിയ സംഖ്യകൾ ജസ്റ്റ് ഒന്ന് കൂട്ടിക്ക്. 3 + 6 ദാറ്റ് ഈസ് 9. ആ 9 ആണ് നടുക്കുള്ളത്. ദേ നമുക്ക് കിട്ടി നമ്മുടെ ആ ഒരു റിലേഷൻ. ഏതാണ് കുറച്ചു ആ സാധനം. അങ്ങനെയാണെങ്കിൽ ഇതും നോക്ക്. നോക്ക്, 10ന്ന് 6 കുറക്കി. 10 - 6 4 ആണ്. 8ന്ന് 4 കുറക്കി. രണ്ടും കുറയ്ക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്തടാ. 8ന്ന് 4 കുറക്കി 4. ആ 2 നമ്പർ കൂടെ കൂട്ടി. 4 4 8. കണ്ടോ, ഐഡിയ കത്തിക്ക്. ഇതൊക്കെ എങ്ങനെ എക്സാം ഹാളിൽ വരിക? അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സൈഡിൽ ഞാൻ പറയുന്ന അറിയോ, ഈ രീതിയിലും റിലേഷൻസ് വരാം. അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിച്ച് നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കണം. അതാണ് ഒരു മാറ്റിലെ ഒരു പുലി ചെയ്യേണ്ടത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പൊ ഇങ്ങനെയും വരാം റിലേഷൻസ്. സൈഡിൽ 2 കുറച്ച് ആ നമ്പേഴ്സ് കൂട്ടുന്ന ടൈപ്പ് ഓഫ് റിലേഷൻസ് വരാം എന്ന് പഠിച്ചാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുക. ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു വഴിയിലെ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ആ വഴി പിന്നീട് നമുക്ക് എന്ത് ചെയ്യില്ല, അത് മറക്കത്തില്ല. പിന്നെ ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അത് ഓർമ്മ ഉണ്ടാവില്ലേ. ആ സ്ഥലത്തേക്ക് ഒരുപാട് വഴികളുണ്ടെങ്കിലോ ആ വഴികളൊക്കെ നമ്മൾ കാണും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മെത്തേഡ് അല്ല, ഒരുപാട് മെത്തേഡ് മാറ്റിൽ ചോദിക്കാൻ ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം പറ. സൈഡിൽ 2 കുറക്കി. 4ന്ന് 3 കുറയ്ക്കുക. 4ന്ന് 3 കുറച്ച അങ്ങക്കറിയാ 1 ആണ്. ഓക്കെ, 4ന്ന് 3 കുറച്ചു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച മാതിരി തന്നെ സൈഡിലും കുറയ്ക്കുക. 7 - 1 7ന്ന് 1 കുറക്കി 6 ആണ്. ആ കുറച്ച് കിട്ടിയ 2 നമ്പർ 1 6 7. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊടി എന്ന് കമന്റ് ചെയ്തേ. സൈഡിലുള്ളത് കുറയ്ക്കുന്നു, 2 കൂട്ടുന്നു. കമന്റ് സെക്ഷനിൽ ഒരേ പൊളി എന്ന് പറഞ്ഞ കമന്റ് ചെയ്തേ. കമന്റ് സെക്ഷനിൽ ഒരേ പൊളി എന്ന് കമന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇനിയും ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത കുട്ടികൾ വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ലൈവ് കണ്ട് 3000-ലേക്ക് കടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഇന്ന് കിടുക്കാച്ചി ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഒരു ടൈപ്പ് ഓഫ് ബുദ്ധിമുട്ട് ക്വസ്റ്റ്യൻ വേണം മുത്തേ. കുഞ്ഞോൻ എനിക്കൊരു ബുദ്ധിമുട്ട് ക്വസ്റ്റ്യൻ കുഞ്ഞോക്കും കൂടെ തരാം. 2 പേർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ തരാനും ഞാൻ റെഡിയാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ തരാൻ വേണ്ടി പോവാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. കിടിലൻ ക്വസ്റ്റ്യൻ ആടാ. കിടിലൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ക്വസ്റ്റ്യനാ. എത്ര പേർക്ക് ഇതിന് ആൻസർ കിട്ടും എന്ന് ഞാൻ നോക്കട്ടെ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. എന്താ മോനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതില്ലേ ഫാക്കൽറ്റി റൂമിൽ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു ഇതിന് ഉത്തരം ചെയ്യാൻ പറ്റും. മക്കളെ, ഞാൻ ചോദിച്ച പല ആൾക്കാരും 100%-ൽ 99% പേരും ഇതിന് ആൻസർ കിട്ടിയില്ല. പക്ഷെ ഇതിന് ആൻസർ എനിക്കറിയാം. ഒന്ന് പറയാൻ പറ്റും? ഇതിന്റെ ആൻസർ നിങ്ങൾക്കും അറിയാൻ വേണ്ടി പറ്റും, ഉറപ്പായിട്ടും. പറയാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ മൊത്തേ? 225 പറയുന്നുണ്ട്. ചില കുട്ടികൾ വിചാരിച്ചിരിക്കുന്ന സാധനം ഉണ്ട്. എന്താ കുഞ്ഞോനെ ഇവിടാ 25 100 അങ്ങനെ എടുക്കല്ലേ. 225 ഞാൻ പറഞ്ഞു ഇത്
കുറെ കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ചോദ്യം കുട്ടികൾക്ക് എന്നല്ല, 99% കുട്ടികൾ 99% കുട്ടികളും ഇതിന്റെ ഉത്തരം ചെയ്യാണ്ട് എന്ത് ചെയ്തു, എന്നോട് തോറ്റു. പക്ഷെ നിങ്ങൾ ശരിയാക്കുന്നുണ്ട് കുറെ പേര്. എന്തുകൊണ്ട് എങ്ങനെ കിട്ടിയെന്ന് കമന്റ് സെക്ഷനിൽ പറയണം. ഓക്കെ, 144 എഴുതുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കറിയാം ഒരാൾ 144 എഴുതുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ 144 എഴുതിയാണ്, അതുകൊണ്ട് ഞാനല്ല 140. ആ പരിപാടി ഇവിടെ വേണ്ട കേട്ടോ. സ്വന്തം എന്താണോ അറിയുന്നത് ഇത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി സംഭവം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ചുറ്റുള്ള നമ്പറിന് ഈ 25 ബന്ധമുണ്ട്. ആ 25 എന്താണ് ബന്ധം എന്ന് നോക്കിയാൽ മതി. യെസ്, വേഗം ഇനി ഷെയർ ചെയ്യാം. മക്കളെ ഇന്ന് എക്സാം എഴുതിയ മക്കളൊക്കെ ഉണ്ട്, അറിയാം. ഉഷാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം തരം നിങ്ങൾ ലൈവ് കൃത്യമായിട്ട് കാണാം. സോ 2 ദിവസം കൂടി 3 ലൈവും കൂടി നിങ്ങൾക്കുള്ളത്. യെസ്, ഒറ്റ ദിവസം കൂടി, ഒരു ദിവസം കൂടി എന്റെ മക്കൾക്കുള്ള മക്കളെ. പേടിക്കണ്ട, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കേണ്ടത്, അതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആക്കി ഏത് രീതിയിൽ വേണോ അത് നമ്മൾ പറഞ്ഞുതരും. മക്കൾ ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ, വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് മതി. ഞാൻ 3000 മതത്തിലെത്താതെ 3500 എത്താൻ 3000 എത്തി, നിങ്ങൾ എത്തിക്കറിയാം. ഒന്ന് പെട്ടെന്ന് മക്കളെ, ഇന്നലെ ക്ലാസ് കൊടുക്കുന്നത് പെട്ടെന്ന് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. കാരണം ഇന്ന് മാറ്റും മാക്സിമുള്ള എല്ലാ മെഗാ മാരത്തോൺ എന്റെ മക്കൾ കിട്ടാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 2 മാസം നിങ്ങൾ പഠിച്ചത് ഒറ്റ ക്ലാസ് തരാൻ പോവാ. അതാണ് ഇത് ഏറ്റവും പ്രത്യേകത. 2 മാസം, 3 മാസം 3 മാസം പഠിച്ചാൽ ഒരൊറ്റ ലൈവിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് പോവാണെങ്കിൽ മക്കളെ, അത്രയും വലിയ ഓഫർ ഇനി കിട്ടാനില്ല. നിങ്ങൾ വെറുതെ ഇരുന്ന് പഠിക്കണം. നിങ്ങൾ ഇപ്പൊ ചിലർക്ക് മൈൻഡോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി, ടൈം നന്നായിട്ട് പോകും. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്സിലെ പ്രധാനപ്പെട്ടിട്ട് മാത്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്ന് അറിയാത്ത മക്കളുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് മക്കളെ, എല്ലാവരും ഇറങ്ങിയിട്ട് ഒരു ഷെയർ, എല്ലാവർക്കും പെട്ടെന്ന് ഷെയർ ചെയ്ത് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തകർപ്പനാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ ആ രീതിയിൽ ഞങ്ങൾ മാറ്റി തരാൻ വേണ്ടി പോവാണ്. സെറ്റാക്കാം, ഒരുമിച്ച് പഠിക്കാം. നമ്മൾ ഒരുമിച്ച് പഠിക്കാം, എല്ലാവരും ഒരുമിച്ച് പഠിക്കണം. അതാ രസം. അങ്ങനെ പഠിച്ച് അടിപൊളിയാക്കി മാറ്റാം. സോ അടിപൊളിയാക്കി മാറ്റിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ. യെസ്, ടാ. സോ ഒരു കാര്യം, നാളെയാണ് നമ്മളുടെ അവസാനത്തെ കുട്ടിക്കലാശം എന്ന് പറയുന്നത്. നാളത്തോടെ കുട്ടിക്കലാശം കഴിയും. നാളെ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ഓരോ ഷെയറുകൾ നാളെ ഞങ്ങൾ കാണണം. സോ മാക്സിമം പറഞ്ഞപ്പോ കണ്ടില്ലേ, 2900 3200 എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യടാ. നിങ്ങൾ ഷെയർ ചെയ്യാത്തതിന്റെ മാത്രം പ്രശ്നമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഞാൻ ഷെയർ ചെയ്തിപ്പോ ഞാൻ വലിയ പഠിപ്പിയാ തോന്നൽ, ആ തോന്നലൊന്നും ഉണ്ടാവില്ല മക്കളെ. ഓൾ എന്താ പഠിക്കേണ്ടത്, എങ്ങനെ തുടങ്ങാത്തൊരു എന്താ സ്റ്റാർട്ടിങ് ട്രബിളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ മക്കൾ പറഞ്ഞത്, നിങ്ങളൊരു ഷെയർ ചെയ്ത് നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ഒന്നിട്ട് കൊടുക്കുക. അവരെല്ലാവരും വന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കട്ടെ, സെറ്റപ്പ് ആക്കി മാറ്റും, ഷെയറാക്കി പഠിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് വേഗം ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഗ്രൂപ്പിലേക്ക് ഒന്ന് പേഴ്സണൽ ആയിട്ട് അയച്ചു കൊടുക്കും. എല്ലാവർക്കും ഒന്ന് പേഴ്സണൽ ആക്കാൻ അയച്ചിട്ട് ഗ്രൂപ്പുകളിലും നിങ്ങൾ പേഴ്സണൽ അയച്ചു കൊടുക്കും. എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും. ലൈക്ക് ഇതൊന്നും പോരാ, ലൈക്ക് ഇനിയും അടിക്കട്ടെ, ബാക്കിയൊക്കെ സെറ്റപ്പ് ആയിട്ട് മാട്ടെ. നിങ്ങൾക്ക് ഇന്ന് വിചാർ സർ വന്നു, അതിനുശേഷം ഞാൻ വരുന്നുണ്ട്. എല്ലാവരെയും വന്നിട്ട് നിങ്ങൾക്ക് ഒരേ പൊളിയായിട്ട് മാറ്റി, ഏതാ മൂഡ് വെച്ചാൽ പൊളി മൂഡിലേക്ക്, ഏതാ വൈബ് വെച്ചാൽ അമ്പാനി വൈബിലേക്ക് നമ്മൾ മാറ്റിയിട്ട് സെറ്റപ്പ് ആക്കി മാറ്റും. സോ പൊളിച്ചെടുക്കുക, നടക്കട്ടെ. ഓക്കെ, അടിപൊളി. അപ്പം വേഗം ഇനി ഷെയർ ചെയ്യാത്ത കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്തു വെക്കുക. വന്ന കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത്. 3000-ഓളം കുട്ടികൾ നമ്മുടെ ലൈവിലുണ്ട്. അപ്പൊ വേഗം ഒന്ന് ലൈക്ക് ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിക്ക്. ഇതേ കണ്ടോ, ഇന്ന് നമ്മളല്ലേ മറ്റന്നാളത്തെ പരീക്ഷയ്ക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറയും, ഞങ്ങളോട് നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളൊക്കെ അറിയിക്കും. യെസ്, ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. യെസ്, താഴത്തില്ലടാ അല്ലെ, കറക്റ്റ് എന്താ പറയാ, തോക്കത്തില്ലടാ എന്ന് പറയണം. അത് നമ്മുടെ പുഷ്പരാജ്. യെസ്, പറഞ്ഞുതരാം. സംഭവം സിമ്പിൾ. ഇതെന്താ അറിയോ, ഇതെന്താ വെച്ചാൽ ഇനി സമയം കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ലാസ്റ്റ് ടൈമാണ് നോക്ക്. 1 2 4 3 എല്ലാം കൂടെ കൂട്ട് കുഞ്ഞനെ. 1 2 കൂട്ടിയാല് 1 + 2 3 3 3 6 4 10. എന്റെ പൊന്നു മോനെ, ആ ചുറ്റുള്ള നമ്പറൊക്കെ കൂട്ടുക. ചുറ്റുള്ള നമ്പറൊക്കെ കൂട്ടുമ്പോ എത്ര കിട്ടുക? 1 2 3 3 6 4 10. ആ 10 എന്ന് പറഞ്ഞ നമ്പർ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം എന്താ അറിയോ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പം ആ നടുക്കുള്ള നമ്പറിനെ നോക്കുക. ആ നടുക്കുള്ള നമ്പറിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് മുത്തേ. ആ നമ്പറിന്റെ പ്രത്യേകത എന്താ കുഞ്ഞോനെ എന്ന് ചോദിച്ചാല് 25. കാണുമ്പോ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, 25 25 അല്ല സാർ, 25 5ന്റെ സ്ക്വയർ ആണ് സാർ. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റീഫൻ നമ്മൾ വിചാരിച്ച ആളല്ല സാർ എന്ന് പറയേ, അതുപോലെ ഇതാ കണ്ടോ, 25 നമ്മൾ വിചാരിച്ച ആളല്ല സാർ. ഏതിന്റെ സ്ക്വയറാ? 5ന്റെ സ്ക്വയർ ആണ് സാർ.
അപ്പൊ ആ 5ന്റെ സ്ക്വയർ എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾ ഒരേ പൊളി വൈബായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ 25 കണ്ടു. അതൊക്കെ പോട്ടെ, ഇതൊന്ന് കൂട്ടി വെക്കാം. ഇതെല്ലാം കൂടെ കൂട്ട് കുഞ്ഞോനെ. ഇത് കൂട്ട്. ഇതൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടി. 10ന്റെ പകുതി എത്ര കുഞ്ഞോനെ? 5 അല്ലേ? ആ 5ന്റെ സ്ക്വയർ ആണോ നടുക്ക് വരുന്നത്? കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതാ പരിപാടി. ആ ഒരു പരിപാടി കിട്ടിയില്ലെങ്കിൽ ഇതാ കണ്ടോ 2ഉം 4ഉം 6, 6ഉം 8ഉം ചുറ്റുള്ള കൂട്ടുക. അതിനിപ്പോ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഒന്ന് കൂട്ടി നോക്ക്. കൂട്ട് 2ഉം 4ഉം നോക്ക്. കൂട്ട് 2ഉം 4ഉം 6, 6ഉം 8ഉം 14, 14ഉം 6ഉം 20. 20. ആ 20ന്റെ പകുതി എത്രയാ മുത്തേ? 10. 10ന്റെ സ്ക്വയർ ആണ് 100. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ആ 100 അവിടെ നടുക്ക് വരുന്നത്. ഇത് പഠിച്ചു വെക്കട്ടെ. ഈ സാധനം ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചാണെങ്കിലും റിവിഷൻ ആണ്, പഠിച്ചു വെച്ചോ. 3ഉം 5ഉം ഇമ്പോർട്ടന്റ് ആണ്. 8ഉം 7ഉം പറ 8ഉം 7ഉം എത്രയാ? 8ഉം 7ഉം അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ആൻസർ പറ. 8ഉം 7ഉം 15, 15ഉം 9ഉം ഇതൊക്കെ കൂടെ കൂട്ട്. 15ഉം 9ഉം പറ. 24. 24ന്റെ പകുതി 12. 12 അല്ല, അതിന്റെ സ്ക്വയർ എടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. 144. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. 12ന്റെ സ്ക്വയർ വൈബിഷ്ട 144. എന്റെ മോനെ പൊളി. 144 കിട്ടിയ കുട്ടികൾ എനിക്കൊരു ലവ് തരുമോ? എനിക്ക് തരുമോ? അല്ലെങ്കിൽ കമന്റ് ബോക്സിലുള്ളവർക്കൊരു കൊടുക്കുള്ളൂ. വിജയർ സാർ ലവ് യു എന്ന് പറഞ്ഞേ കാണട്ടെ. വിജയർ സാറുടെ നിങ്ങളെ ലവ് ഒന്ന് കാണട്ടെ. ഇതാ ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റും മുത്തേ കുഞ്ഞോനെ? ഈ ഒരു ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ തരും കിഡിലൻ സാധനം. പേര് വിളിക്കോ സാറേ? എല്ലാരും പേരും വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് പേരുണ്ടോ, അതുകൊണ്ടാണ് കേട്ടോ. ഒരേ വിളി. ഞാൻ പറയട്ടെ എന്നാല് നിങ്ങൾക്ക് കിട്ടോ അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞവര് ഒരു പ്രാവശ്യം ലൈക്ക് അടിക്കാത്തവര് വേഗം ഒന്ന് ലൈക്ക് അടിച്ചേ. പറ. അതിന് മാത്രമൊന്നുമില്ല. സംഭവം എന്താ വെച്ചാൽ ഈ 59 എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. വെറും നമ്പർ അല്ല 59. 59 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ 4ഉം ഈ 6ഉം കൂടെ ഗുണിച്ച് വെറുതെ ഗുണിക്കും. വെറുതെ സൈഡിലേക്ക് എടുക്കാൻ എപ്പോഴും നോക്കുക അല്ലേ. നമ്മൾ വണ്ടി സൈഡാക്കാന്ന് പറയില്ല, അതുപോലെ സൈഡിലേക്ക് എടുക്കാൻ എപ്പോഴും നോക്കുക. അപ്പൊ 4ഉം 6ഉം ഗുണിച്ച് 4 × 6 എത്രയാ? 24 അല്ലെ. 4 × 6 24. അതുപോലെ 5ഉം 7ഉം ഗുണിച്ച് 35. ആ 2 നമ്പറുകൾ ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കിക്ക്. ദേ 34ഉം 24ഉം 35ഉം കൂടെ കൂട്ടുമ്പോ നമുക്ക് കിട്ടും 59. എന്റെ പൊന്നു കുഞ്ഞോനെ ഇവിടെ വാ, പറഞ്ഞുതരാം. ആ 59 നടുക്കുള്ളത്. എന്താ മോനെ ഐഡിയ കത്തിയോ? അത്ര പണിയുള്ളൂ അയ്യേ. അങ്ങനെയാണെങ്കിൽ ഇത് അതുപോലെ നോക്ക്. സൈഡിലെ കൂട്ട് 9ഉം 7ഉം 9 × 7. നിങ്ങൾക്ക് അറിയാലോ 9 × 7 63. സാറേ ഞങ്ങൾക്കിത് ചെയ്യാനല്ലേ അറിയോ, ഗുണിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുന്നത് ലാസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗുണിക്കാൻ പഠിച്ചില്ലേ പ്രശ്നമൊന്നുമില്ല. NMS പഠിക്കണല്ലേ, അറിയുന്ന NMS അത് ഗുണിക്കാൻ അറിയുന്നവർ കൊണ്ടുപോയിക്കോളും. അതാ പരിപാടി. അതുപോലെ നോക്ക് 11ഉം 6 ഗുണിക്ക്. 11 × 6 എത്രയാടാ? 66. ആ 2 നമ്പർ കൂട്ടിയാൽ 129 കേട്ടോ. ആ 129 കുഞ്ഞോനെ എവിടെ ഉള്ളത്? സംഭവം എന്താ? സൈഡിലുള്ള സാധനം ഗുണിക്കുക, താഴത്തുള്ള ഗുണിക്കുക, ആ 2 നമ്പർ എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരം പറ. സിമ്പിളാണ്. പറ. ദാ ഈ 3 ഇവിടെ കാണുന്നില്ല അല്ലെ. ദാ ഈ 3 കാണിച്ചു തരാം. ദാ ഈ 3ഉം ഈ 4ഉം കൂടെ ഗുണിക്കാം. 3 × 4 ഗുണിച്ചു അവിടെ വെച്ചു. 12 × 7 താഴെയും ഗുണിക്കുക. 12 × 7 അല്ലെ. 3 4 12 12 10 7 2 7 14. അപ്പം 84. ദാറ്റ് ആൻസർ ഈസ് എത്ര വരും? 12ഉം 84ഉം കൂട്ട്. 12 84ഉം കൂടെ കൂട്ടിയാൽ മതിയോ? 12 84ഉം കൂടെ കൂട്ടിയാൽ ദാറ്റ് ആൻസർ ഈസ് ഒരേ പൊളി. നിങ്ങൾക്കത് അറിയാടാ, നിങ്ങൾക്കേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ മാതിരി. ഇതാ കണ്ടോ ആൻസർ എത്രയാടാ? അത് 2ഉം കൂടെ കൂട്ടിക്ക്. ആൻസർ ഒരേ പൊളി 96. വൈബ്. എന്താ മോനെ സെറ്റല്ലേ അല്ലേ? അപ്പൊ എക്സാം ഹാൾ കഴിഞ്ഞിട്ട് നിങ്ങളെ തോക്കത്തിലടാന്ന് പറയണോ? ഓക്കെ, ഈ സാധനം ചെയ്യാൻ പറ്റുമോ സക്കീർ വൈകി? ഈ സാധനം
ഈ ടൈപ്പ് സാധനങ്ങൾ ചോദിക്കലുണ്ട്. കിടുക്കൻ സാധന കറങ്ങി അങ്ങോട്ട് വെക്കുങ്ങൾ. ജാതി ക്വസ്റ്റ്യൻ ഒക്കെ എക്സാം ഹാളിലെങ്ങാനും വരുമ്പോ കറങ്ങിയായിട്ട് വെക്കും. അതിനാണ് ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. എന്താ മോനെ കിട്ടുമോ? സിമ്പിളാ ഇത്. ഞാനിത് ഇങ്ങനെ എഴുതി എട്ടിച്ചു നിങ്ങൾ നോക്കണ്ട. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അതൊന്ന് വരച്ച് എഴുതി വെച്ചതാണ്, അല്ലാണ്ട് ഞാനായിട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല. മനസ്സിലായോ സാറേ? ചെയ്യാൻ പറ്റുമോ? സാറേ സെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരേ പൊളി വൈബ്. ഓക്കേ സെറ്റ്. കടക്കൽ സ്കൂളത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, പൊളി പൊളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറ, ഇതിന് ആൻസർ എത്രയാ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈ 14-നും ഈ 7-നും ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇങ്ങനെയും ബന്ധങ്ങൾ വരാമെന്നുള്ളത് പഠിച്ചു വെക്കാം. നമ്മൾ മറ്റുള്ളവരുടെ ബന്ധങ്ങൾ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഈ റിലേഷൻ കൂടെ പഠിക്കണം. ഏത് റിലേഷൻ? മിസ്സിംഗ് നമ്പറിലെ റിലേഷൻ. അത് പഠിക്കണം. മറ്റേ നിങ്ങൾ ഉഷാറാ അല്ലേ? പല കുട്ടികളും ഇതാ കമന്റ് സെക്ഷനിൽ ഉഷാറാ അല്ലേ? ബന്ധങ്ങൾ ഉണ്ടാക്കാനും അല്ലേ? ഇപ്പൊ എന്താ അറിയില്ല, അടിപൊളിയാ. പഠിക്കുന്നുണ്ട് ബോധം വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. നല്ലതാ. 3000 ലൈക്കിലൊന്ന് അടിച്ചു. ഓക്കെ, ഈ 14 7 ഒന്ന് കൂട്ടിക്ക്. വെറുതെ കൂട്ടി അവിടെ വെക്കുന്നുണ്ട്. 14 7 കൂട്ടിക്കഴിഞ്ഞാല് 21. വെറുതെ അവിടെ വെക്ക. ഞാൻ അടുത്ത അതുപോലെ വെക്കുന്നുണ്ട്. ദാ ഈ 14 ഈ 21 കൂട്ടിക്ക്. ദാ ഇത് ഇതിൻ്റെത് 14 + 21 കൂട്ടുമുത്തേ 35. എന്താ കൂട്ടി വെച്ചിട്ട് എന്താ ഈ 3 എന്താ ബന്ധം അറിയാം? ഈ 21-ന് 3 എന്താണ് ആ ബന്ധം എന്ന് ചോദിച്ചാൽ മക്കളെ മനസ്സിലാക്കി വെച്ചോ. ദാ ഈ സൈഡിലുള്ള 2 നമ്പർ കൂട്ടി അതിനെ 7 കൊണ്ട് ഹരിച്ചാൽ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21-ൽ എത്ര ഉണ്ട് മുത്തേ? കുഞ്ഞോനെ 21-ൽ എത്ര ഉണ്ട്? ദാറ്റ് ഈസ് 3 7. ആ 3 ഇവിടെ ഉള്ളത്. അപ്പൊ 7 കൊണ്ട് ഹരിക്കുക, ആ നമ്പർ അവിടെ കിട്ടിയ. അതുപോലെ ഇതൊന്ന് ഹരിച്ചു നോക്കിയേ. ദാ ഈ സൈഡിലുള്ള 2 കൂട്ടി 14 21 കൂട്ടി ആ നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുക. എപ്പോഴും 7 എന്ന് പറഞ്ഞ നമ്പർ, സാറേ 7 എന്ന് പറഞ്ഞ നമ്പർ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാല് ഇത്ര പഠിക്കുക. ഈ നമ്പർ ആവണമെങ്കിൽ കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആ നമ്പർ എവിടുന്നാ കിട്ടുക? കോമൺ ആണ്, രണ്ടിലും പോകുന്നുണ്ട്. അതുകൊണ്ട് 3ാമത്തേൽ അപ്ലൈ ചെയ്യാം. അപ്പൊ 35-ൽ എത്ര 7 ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും 35-ൽ 5 7. ആ 5 ആടോ എവിടെ വരുന്നത്? മുകളിലും. അടുത്ത് ചെയ്യാൻ പറ്റുമോ? ദാ അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് മുത്തേ, ചെയ്യ്. എന്റെ പൊന്നു കുഞ്ഞോനെ, കുഞ്ഞു മോളെ, ഇതാ നോക്ക്. 30 12 30 + 12 നിങ്ങൾക്കറിയാം 42 ആണ്. ആ 42-നെ ദാ ഈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യ്. 42-ൽ 7 6 തവണ. അതേ നമ്മുടെ ഉത്തരം ഇവിടെ സെറ്റടാ. ഓപ്ഷൻ 4 ആണ് 6. യെസ്, അത്രേ ഉള്ളൂ കേട്ടോ. ഒരേ പൊളി. റെഡിയാണോ? നിങ്ങൾ പൊളിയാണോ? ഇനിയും ഷെയർ ചെയ്യാത്ത കുട്ടികളും ലൈക്ക് ചെയ്യാത്ത കുട്ടികളും ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്തേ. അപ്പൊ വേഗം തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ മിസ്സിംഗ് നമ്പർ മെല്ലെ അങ്ങോട്ട് വെക്കാണ്. ഒരു കിണ്ണാച്ചി സാധനം ഉണ്ട്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ അറിയടാ? ഈ ചോദ്യത്തിന് ഒരൊറ്റ പ്രത്യേകതയുള്ളൂ. നിങ്ങളുടെ സമയം കളയുന്ന ചോദ്യം. മക്കളെ, എത്ര സമയം നിങ്ങൾക്ക് കളയാൻ പറ്റുമോ ആ സമയം ഈ ചോദ്യത്തിൽ നിന്ന് കളഞ്ഞു പോകും മക്കളെ. ഇനി ഷെയർ ചെയ്യാത്തൊരു പെട്ടെന്ന് ഷെയർ ചെയ്താൽ വേണമെങ്കിൽ ഞാനൊരു ഫോട്ടോ ഒക്കെ വെക്കാം. ഫോട്ടോ, യെസ്. ആ ഒച്ച വരുമ്പോൾ ഒറിജിനാലിറ്റി കിട്ടും എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഈ ഐഡിയിൽ എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്യുക. എല്ലാ ഐഡിയിലും ഒന്ന് മെൻഷൻ ചെയ്ത് വേഗം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ. വൈശാഖ് JR. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് വേഗം നോക്കാലോ. അപ്പൊ ഏതാണ് ഈ ചോദ്യം? ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഇത്രയും നമ്മൾ പറയാനുള്ളൂ. വേഗം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മക്കളെ മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ചോദ്യത്തിൽ എന്തോ ഒരു ഐഡിയ ഉണ്ടാവും. അതായത് ഓപ്ഷൻ ബേസ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ പല കുട്ടികളും A B എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാ. A B എന്ന് പറയണ്ട, ഏതോ ഒന്നേ പറയാൻ പറ്റുള്ളൂ. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യം കാണുമ്പോൾ ഓപ്ഷൻസിലൂടെ കാണാം. എങ്ങനെ കാണാം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. നിങ്ങൾ എഴുതിയെടുക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് എഴുതിയെടുക്കാം. ചാർക്കോൾ ആ സാധനം എഴുതിയെടുക്കാം. ഇതേ നമ്പർ ഇതാ ഈ ഓർഡറിലുണ്ടായിരിക്കും. 4 5 1 6 4 9 1 3.
എങ്ങനെ സമയം ലാഭിക്കാന്നാണ് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടിരുന്നോ. നിങ്ങൾ ഈ നമ്പർ എഴുതിയെടുത്ത് സമയം കളയണ്ടാവുന്നില്ല. ഞാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. അടുത്ത അതുപോലെ മൊറയിൽ 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 പറ. ഏതാണ് നമ്പർ പറ? 29 61 29 61 37 ഇങ്ങനെ നമ്പർ. എന്നിട്ട് എന്താ പറഞ്ഞത്? ROCHEL ആ നമ്പറിന്റെ കോഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻസിലൂടെ കണ്ടുപിടിക്കാം. നിങ്ങൾ എല്ലാ നമ്പറും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ നമ്പറും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സമയം വേസ്റ്റ് ആണോടാ. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? പറഞ്ഞുതരാം. സംഭവം എന്താ ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം ഇവിടെ ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കേ. നോക്ക്, ഇവിടെ ലോഡത്ത് 6 അല്ലേ? നോക്ക്, 6. 4 ഓപ്ഷൻസിലും ഫസ്റ്റ് നമ്പർ 6 ആണ്. അപ്പൊ ഫസ്റ്റ് 6 എന്ന് പറഞ്ഞ നമ്പർ 6 ആയിരിക്കും. ഇനിയിപ്പൊ അത് നിങ്ങൾ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടണ്ട. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഐഡിയ പറഞ്ഞുതരാണേ. ഓക്കെ, അപ്പൊ എല്ലായിടത്തും 6 ആയതുകൊണ്ട് നിങ്ങൾ 6 എഴുതണ്ട. നിങ്ങൾ ലാസ്റ്റ് നമ്പർ ഒന്ന് വെറുതെ നോക്കിക്കേ. ഇവിടെ 3, ഇവിടെ 8, ഇവിടെ 7, ഇവിടെ 8. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് വരുന്നുണ്ടല്ലേ. അപ്പൊ ലാസ്റ്റ് നമ്പർ, ലാസ്റ്റ് അക്കം മാറ്റമുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്പർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് അക്ഷരം ഏതാ? ലാസ്റ്റ് അക്ഷരം ഏതാ? L ആണ്. എല്ലിന് വരുന്ന ലെറ്റർ ഏതാ? കൊടു. എല്ലിന് കൊടുക്കേണ്ട ലെറ്റർ ദാറ്റ് ഈസ് എല്ലിന് കൊടുക്ക് 3. ഇവിടെ 3 ആണ് എല്ലിന്. അപ്പൊ എല്ലിന് 3 ആണെന്ന് മനസ്സിലായി. അപ്പൊ L 3 ആണ്. അപ്പൊ അവസാനം L3 വരുന്ന ആ നമ്പർ ഏതാണുള്ളത് നോക്ക്. ഇതില് അവസാനം 8 ആണ്, തെറ്റാണ്. ഇതില് 7 ആണ്, തെറ്റാണ്. ഇതില് 6 ആണ്. ദേ നമുക്ക് കിട്ടിയ അവസാനം 3 വരുന്ന നമ്പർ ദാറ്റ് ഈസ് ഓപ്ഷൻ A. ഇങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ വേഗം ട്രെയിൻ ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞപ്പോ കുറച്ച് ലെങ്ത് കൂടും, പക്ഷെ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാവും. ഓക്കെ റെഡി. അപ്പൊ അത്രയും നമ്പേഴ്സ് ഉണ്ട് നോക്കട്ടോ. 1 2 3 4 5 6 7 8 കണ്ടോ? 1 2 3 4 5 6 7 8 സെയിം നമ്പർ ആയിരിക്കും വരാം. ഒരു ചോദ്യം കൂടെ തന്നാ നിങ്ങൾ ചെയ്യോ? ക്വസ്റ്റ്യൻ എന്താ ചെയ്യും? ഇംഗ്ലണ്ടിന് 1 2 3 4 5 6 7, ഫ്രാൻസിന് 7 8 5 2 9 1, എങ്കിൽ ഗ്രീസിന് എന്ത്? പറ പറ. ഗ്രീസിന് ഏജ് പ്രോബ്ലംസ് ഒക്കെ AD സാർ എന്ത് ചെയ്യും? ഇതിൽ പഠിപ്പിക്കും കേട്ടോ. മാത്സില് ഉള്ളതാണ്, പക്ഷെ മാത്സിൽ AD സാർ പറഞ്ഞു ഒരേ വിളി. പറഞ്ഞുതരാം. ഇംഗ്ലണ്ട് വേഗം എഴുതിക്കോ. ഇംഗ്ലണ്ടിന് കൊടുത്ത നമ്പർ അറിയാലോ? 1 to 7 വരെ. ഇംഗ്ലണ്ട് 1 2 3 4 5 7 വരെ ഇല്ല. ഇവിടെ 5 2 6 7 ആണ്. ശ്രദ്ധിക്കണേ, 2 6 7 ആണ്. പ്രത്യേകിച്ച് അതിന്റെ ആവശ്യമൊന്നും ഇല്ല, എന്നാലും അല്ലെ. 1 2 3 4 5. ഇവിടെ ഒരു 2 വന്നോ നോക്കട്ടെ. 1 2 3 4 5 1 2 3 4 5 6 7 അല്ലെ. അപ്പൊ ആ 2 ഒന്ന് ഒഴിവാക്കണേ. ഈ 2ന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ 6 7. ആ 2 നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ഇത് വന്നതാ. ഒരു 2 ഇടക്ക് കയറി വന്നിനി. ഓക്കെ, ആ 2 ഇടക്ക് കയറി വന്നതാ കേട്ടോ. ഓക്കെ, റെഡി. 1 2 3 4 5 7 6 വരെ ഉണ്ട്. അതുപോലെ ഫ്രാൻസിന് എന്ത് കൊടുക്കും? ഫ്രാൻസിന്റെ നമ്പർ പറ. ഫ്രാൻസ് അല്ലേ? കഴിഞ്ഞ അർജന്റീനയോട് തോറ്റ ടീമാണ്, എന്നാലും പ്രശ്നമില്ല. ഫ്രാൻസ് ഉണ്ട്. 7 8 5 2 9 1. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗ്രീസിന്റെ അതാണ്. ഗ്രീസിന്റെ ലെറ്റർ ഒന്ന് എഴുതിക്ക്. ഗ്രീസ് കാണണം. ഓപ്ഷൻസിലൂടെ കാണാം. അവസാനത്തെ നമ്പറാണ് നോക്കുന്നത് ഏറ്റവും നല്ലത്. ഒന്നുക്ക് ഇവിടെ 1, ഇവിടെ 1. എടാ മോനെ, ഇവിടെ 2, ഇവിടെ 5. വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകൾ ഉണ്ട്. അപ്പൊ അവസാനത്തെ നോക്കാം. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ 2 ഓപ്ഷൻസ് ഒരേ നമ്പർ വരികയാണെങ്കിൽ വീണ്ടും അടുത്ത ഏതെങ്കിലും ഒക്കെ നോക്കേണ്ടി വരും, വ്യത്യസ്തമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ നോക്കാം. 1 വരുന്നത് അപ്പൊ അവസാനത്തെ നോക്കാം. അവസാനത്തെ ലെറ്റർ ഏതാ നോക്ക്? E ആണ്. ഈയുടെ ലെറ്റർ ഏതാ? E 1 ആണ്. ഈയുടെ ലെറ്റർ ദാറ്റ് ഈസ് 1 ആണ്. അപ്പൊ ഈക്ക് നമ്മൾ കൊടുക്കാം അവസാനം 1. നിങ്ങൾ പെട്ട് ഭയങ്കരமான പെടല് മച്ച നോക്ക്. കാരണം E എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന അവസാനത്തെ ലെറ്റർ എന്ന് പറയുന്ന ആ ഓപ്ഷൻസ് കൊണ്ടോ. ഇവിടെ 1 വരുന്നുണ്ട്, ഇവിടെ 1 വരുന്നുണ്ട്, ഇവിടെ 2 ആണ്. അപ്പൊ ഇത് ഒഴിവാക്കാം. ഇവിടെ 5 ആണ്. അപ്പൊ ഇത് ഒഴിവാക്കാം. അപ്പൊ ആരെ? 2 പേരിന്ന് സെലക്ട് ചെയ്യണം. 2 പേരിന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കെ അവസാനം 1 വരുന്ന 2 ഓപ്ഷൻസ് നമുക്ക് കിട്ടി. കാരണം ഈയുടെ നമ്പർ ദാറ്റ് ഈസ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും 1 ആണ്. ഇതിലേതാ വ്യത്യസ്തമായിട്ട് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഓപ്ഷൻ ബേസ് നോക്ക്. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 8, ഇവിടെ 8, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. മക്കളെ,
ഈ നമ്പർ കണ്ടോ, ഈ വശത്തെ ഈ നമ്പറുകൾ കണ്ടുപിടിച്ച് നിങ്ങൾ സമയം കളയണ്ട. കാരണം അതൊക്കെ തന്നെ ആയിരിക്കും. ഇതാ 3, 8, 1, 1 ആയിരിക്കും. പക്ഷെ ഈ നമ്പർ കണ്ടോ നിങ്ങൾ, അവസാനത്തിന് തൊട്ട് മുമ്പ് 7, ഇത് 9. ആ 7ഉം 9ഉം വരുന്ന നമ്പർ നോക്കിയാൽ മതി. അവിടെ അവസാനത്തിന് തൊട്ടുമ്പത്തെ ഇംഗ്ലീഷ് അക്ഷരം ഏതാ? സി ആണ്. സിക്ക് കൊടുക്കേണ്ട നമ്പർ ഏതാ നോക്ക്. സിക്ക് കൊടുക്കേണ്ട നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആണ്. അപ്പൊ സിക്ക് ഇതാ ഇവിടെ 9 കൊടുക്കണം. നമുക്ക് 9 അവസാനത്തിന്റെ തൊട്ട് മുമ്പ് വരുന്നത് ആരാ നോക്ക്. ഇത് 7 ആണ് വരുന്നത്. അപ്പൊ ഇതുമല്ല. നമ്മുടെ ഉത്തരം ഒരേ പൊളി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തേ. ആൻസർ 9. എത്ര പേർക്ക് ആൻസർ കിട്ടി? ബിൻഷ, സോണിയ, ശ്രീനാഥ്, സാർക്കറോ എന്താണ് ഓക്കെ, ദിവ്യ, ബാത്തുമൊക്കെ കിട്ടീന്. ഓക്കെ, ഫുഡി യെസ്, ഫുഡി ആണല്ലേ. ഒരേ പൊളി സെറ്റ് എന്ന് പറയുന്നുണ്ട്. ആത്മച്ച് റാണ, പടച്ചോൻ എന്ത് പേരാടാ, പൊളി പേരിടാ. എല്ലാവരുടെ പേരും ഞാൻ വിളിക്കാം. ഇപ്പൊ തൽക്കാലം അതിനുള്ള സമയമല്ല, പേര് വിളിച്ച് സമയം കളയാനുള്ള സമയമല്ല. ഈ ചോദ്യങ്ങൾ ചെയ്യാം. വേഗം ചെയ്തോ. ഞാൻ ഓപ്ഷൻ ബേസ് കണ്ടുപിടിക്കാനുള്ള ട്രിക്കൊക്കെ പറഞ്ഞു. ഇനി വേഗം ചെയ്തിട്ട് ഞാൻ ഈ സെക്ഷൻ കൂടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഈ ചോദ്യങ്ങൾ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. വേഗം ചെയ്ത് നോക്കട്ടോ. ഇത് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അടുത്ത ചോദ്യം, നിങ്ങളുടെ പരീക്ഷയ്ക്ക്, നാളത്തെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾക്ക് നടക്കുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് ഈ നമ്പർ സീരീസ് അല്ല, ലെറ്റർ സീരീസ്. നമ്പർ സീരീസ് എല്ലാം എടുക്കൂട്ടോ. നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട, എല്ലാം എടുക്കാണ്ട്, ഒറ്റൊന്നും എടുക്കാണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവില്ല. പറ, ചെയ്യാൻ പറ്റുമോ ഇത് മച്ചാനെ? ഇത് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് കഴിഞ്ഞിട്ട് കമന്റ് സെക്ഷനിൽ പറഞ്ഞോ. ഫയർ ഇടാ. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. യെസ്, ഞാൻ എന്നെ പറയാം. വിജിആർ എന്നാൽ ഫയർ, വെറും ഫയർ അല്ലടാ. ഏത് ഫയറാ? യെസ്, വിജിആർ എന്നാൽ വേൾഡ് ഫയർ ഇടാ. കമന്റ് ചെയ്യ്. ഓക്കെ, ഒന്നുമില്ല, ഞാനൊരു ഇതിൽ പറയുന്ന കേട്ടോ. നമ്മൾ പഠിക്കുക, അത്രേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കിയാ. ഇതിന്റെ അടുത്ത നമ്പർ ഏതെന്ന് കാണാനാ. ഇവിടെ ഒരു നമ്പർ ഉണ്ട്. ഓപ്ഷൻ ബേസ് കിട്ടും. വേണ്ടവർക്ക് ഓപ്ഷൻ ബേസ് കിട്ടും, അല്ലാത്തവർക്ക് ഓപ്ഷൻ ബേസ് അല്ലാണ്ടും കിട്ടും. നേരത്തെ അതേ ട്രിക്ക് ഇവിടെ യൂസ് ചെയ്താൽ മതി. ഇത് സിമ്പിളാ, അതെനിക്കറിയാം സിമ്പിളാണ്. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതിന് മാത്രമൊന്നുമില്ല. ഓപ്ഷൻ വൈസ് സിമ്പിളാ. ഓപ്ഷൻ വൈസ് ആണ്. ഇവിടെ PUR, QUT, PMT, RSR. അപ്പൊ ആദ്യത്തെ ലെറ്റർ കണ്ടുപിടിച്ചാൽ മതി. നോക്ക്, ഇവിടെ ആദ്യം എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നോക്ക് കുഞ്ഞോനെ, ഇവിടെ പറഞ്ഞു നോക്ക്. JLN, JLN ആണേ. JLN ഞാൻ അടുത്ത പേജിൽ കാണിച്ചുതരാം. J എവിടെയുള്ളത്? ഇവിടെ. L എവിടെയുള്ളത്? ഇവിടെ. എവിടെ N ഉള്ളത്? ഇവിടെ. കണ്ടോ, JLN ഇവിടെ ഉള്ളത്. അതായത് ഒരു ലെറ്റർ സ്കിപ്പായി, ഒരു ലെറ്റർ റിമൂവ് ചെയ്തിട്ട് അടുത്ത ലെറ്റർ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ J കഴിഞ്ഞു, ഒരു ലെറ്റർ പോയി, K പോയി, L കഴിഞ്ഞു, ഒരു ലെറ്റർ പോയി, N വന്നു, N പോയി, ഒരു ലെറ്റർ പോയി, N വന്നു, ഒരു ലെറ്റർ, O പോവണം. അപ്പൊ അടുത്ത ലെറ്റർ ഏതാ വരിക? P ആണ് വരിക. P. അപ്പൊ ഫസ്റ്റ് ലെറ്റർ P വരുന്ന ഏതാ ഓപ്ഷൻസ് ഉള്ള നോക്കിയാ. ഇത് Q ആണ് ഫസ്റ്റ്, ഇത് R ആണ് ഫസ്റ്റ്. ഈ 1, 3 ആടാ വരിക. ആ 1, 3 ആടാ വരിക. ആ 1, 3 കിട്ടിക്കഴിഞ്ഞാൽ ആ 1ലും 3ലും അടുത്ത ലെറ്റർ വെച്ച് നോക്കിയാൽ മതി. രണ്ടാമത്തൂടെ പഠിച്ചാൽ പിന്നെ മൂന്നാമത്തെ നിങ്ങൾ നോക്കണ്ട മുത്തേ. പറ, ഒന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞനെ ഇത് നോക്ക്. A കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? രണ്ടാമത് A ആണ്. കാണിച്ചു തരാം. ഇതാ നോക്ക്, A കഴിഞ്ഞ് E ആണ്, I ആണ്. AEI. അപ്പൊ AEI എവിടെയുള്ളത് നോക്ക്, ഞാൻ കാണിച്ചു തരാം. A കഴിഞ്ഞ് E കഴിഞ്ഞ് I ആയി. അതായത് ഈ സംഖ്യകൾ കണ്ടോ, ഞാൻ ഈ ചോപ്പൊന്ന് മായ്ക്കുന്നുണ്ട്, നേരത്തെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. A കഴിഞ്ഞ് എത്ര ലെറ്റർ പോയത്? B പോയി, C പോയി, D പോയി, 3 ലെറ്റർ പോയി. അതുപോലെ E കഴിഞ്ഞതാ F പോയി, G പോയി, H പോയി, 3 ലെറ്റർ കഴിഞ്ഞ് പോയി. അതുപോലെ തന്നെ I കഴിഞ്ഞ് 3 ലെറ്റർ, K പോയി, J പോയി, K പോയി, L പോയി, അടുത്തത് M. 3 ലെറ്റർ റിമൂവ് ചെയ്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ലെറ്റർ നമുക്ക് കിട്ടും. നമ്മുടെ രണ്ടാമത്തെ ലെറ്റർ P കഴിഞ്ഞാൽ M. PM വരുന്ന ഓപ്ഷൻ ഏതാ? ഇത് PUR ആണ്. ഇതല്ല. നമ്മുടെ ഉത്തരം. ഇനി മൂന്നാമത്തത് കാണണ്ടടാ. PMT. ഒരു ഫയർ ഇടുവോ? കമന്റ് സെക്ഷനിൽ ഒരു ഫയർ ഇട്ടേ. ഇനിയും ഷെയർ ചെയ്യാത്ത കുട്ടികൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 4000 എന്ന് പറയുന്ന ആ ഒരു മാജിക് കൗണ്ടിലേക്ക് എൻ്റെ പൊന്നു മക്കളെ നമ്മൾ ഇതാ വരികയാണ്.
എന്റെ പൊന്ന ആദിശക്കുട്ടി എന്തോരാ നീ കമന്റ് ഇടുന്നത്. ഞാൻ എല്ലാവരുടെ പേരും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യനൂടെ തരാം. ഈ ചോദ്യത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കിണ്ണം കാച്ച ക്വസ്റ്റ്യൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേഗം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാ. ദാ ക്വസ്റ്റ്യൻ ദാ ബോർഡ് മേൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചോദ്യം വേഗം 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 ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് നോക്കിയാൽ മതി. ഓപ്ഷൻസ് നോക്കിയാൽ മതി. ആ ഓപ്ഷൻസ് നോക്ക്, ഓപ്ഷൻസിൽ നോക്ക്. ഈ ഓപ്ഷൻ 1 2 3 4 ആ ഓപ്ഷൻസിൽ നിന്ന് വരുന്ന ആ ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ അക്ഷരം കിട്ടിയ ഉടനെ നമുക്ക് ആൻസർ കിട്ടും. എന്താ പോലെ കിട്ടുമോ? സിമ്പിളാ, ഒന്ന് ആലോചിക്കുക. ഞാൻ കാണിച്ചുതരാം. ഏതാ ഫസ്റ്റ് ബി കെ ടി ബി എവിടെയുള്ളത്? ഇവിടെ ബി. കെ എവിടെയുള്ളത്? ഇവിടെ കെ. ടി എവിടെയുള്ളത്? ടി. വലിയ അത്രയും അക്ഷരങ്ങൾ റിമൂവ് ആക്കിയാണ് എടുക്കുക. സി പോയി 1, ഡി പോയി 2, ഇ പോയി 3, എഫ് പോയി 4, ജി പോയി 5, 6, 7, 8. എത്ര പോകും? 1 2 3 4 5 6 7 8. എന്റെ 8 കൊല്ലം പോയി എന്ന് പറഞ്ഞാൽ അപ്പൊ 8 നമ്പർ അവിടെ പോയി. അപ്പൊ 8 അക്ഷരങ്ങൾ അവിടെ പോയി. അടുത്ത അതുപോലെ 8 അക്ഷരം പോയിട്ട് നോക്ക്. 1 2 3 4 5 6 7 8. 8 അക്ഷരം അവിടെയും പോയി. എന്താ പോലെ 8 അക്ഷരം അടിയും പോയി, 8 അക്ഷരം വെടിയും പോയി. അടുത്തതും അതുപോലെ 8 അക്ഷരം പോകണം. 1 2 3 4 5 6 7 8. ഇതൊക്കെ പിന്നെയും ആദ്യം തൊട്ട് തുടങ്ങും കേട്ടോ. അപ്പൊ 8 എണ്ണം വീണ്ടും പോയാൽ നമുക്ക് 8 എണ്ണം വീണ്ടും പോയാൽ വീണ്ടും നമുക്ക് കിട്ടുന്ന ആ ഒരു ലെറ്റർ 8 എണ്ണം പോയി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ലെറ്റർ ദാറ്റ് ഈസ് ദാ സി ആണ്. അതായത് ബി കഴിഞ്ഞ് 8 എണ്ണം കഴിഞ്ഞാണ് കെ വരുന്നത്. കെ കഴിഞ്ഞ് 8 എണ്ണം കഴിഞ്ഞാണ് ടി വരുന്നത്. ടി കഴിഞ്ഞ് 8 എണ്ണം കഴിഞ്ഞാണ് സി വരുന്നത്. അപ്പൊ സി കഴിഞ്ഞ് ഇനി നോക്കണ്ടടാ, ആ ഓപ്ഷൻസ് ജസ്റ്റ് നോക്ക്. ഓപ്ഷൻസിൽ നിന്ന് ആദ്യം സി ഉള്ളത് സി അല്ല, ഇത് ജെ ഐ ആണ്. ജെ അല്ല, ചെങ്ങായി എന്തൊക്കെ പറഞ്ഞു. ജെ ആണ്, ഇത് തെറ്റാണ്. ബി ആണ്, ഇത് തെറ്റാണ്. നമുക്ക് സി ഉള്ള മതി. ദാ എ ആണ്, തെറ്റാണ്. നമ്മുടെ ഉത്തരം വേൾഡ് ഫയർ. ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേ. പുഷ്പ കണ്ട് ഭ്രാന്തായതാ, വല്ലാത്ത ജാതി സിനിമയായി. ഒന്നിനും കൊള്ളൂലടോ. ചന്ദനമായ സീരിയൽ എടുത്ത് വെച്ചിരുന്നതാ. ചന്ദനമായ ജാനിക്കുട്ടീനെ അറിയില്ലേ? ജാനിക്കുട്ടി എനിക്ക് കുറച്ച് സ്ഥലം തരുവാ പറഞ്ഞ് കരഞ്ഞില്ലേ ഇനോള്? മറ്റേ കടക്കേമെന്ന് ഓൾക്ക് സ്ഥലം കൊടുത്തില്ലല്ലോ. ജാനിക്കുട്ടീനെ അറിയില്ല? അങ്ങനെ ഒരു കുട്ടിയുണ്ട് ജാനിക്കുട്ടി. പാവ കുട്ടിക്ക് സ്ഥലം കൊടുക്കില്ല, കിടക്കാൻ സ്ഥലം കൊടുക്കില്ല ജാനിക്കുട്ടിക്ക്. എന്താ ചെയ്യല്? സങ്കടം വരും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. എന്നിട്ട് എന്താ സങ്കടം വരുമ്പോ അങ്ങനത്തെ അല്ലെ, ജാനിക്കുട്ടിക്ക് സ്ഥലം കൊടുക്കാതെ ഉള്ള വീഡിയോസ് കാണുമ്പോൾ സങ്കടം വരും. എന്നിട്ട് എന്താ എനിക്ക് ചെയ്യാൻ തോന്നില്ലല്ലോ, എന്റെ ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നും. പിന്നെ എന്റെ പൈസ കൊണ്ട് ഞാൻ 50,000 ഉറുപ്പ്യ കൊടുത്ത് മേടിച്ച iPhone 15 Pro അല്ലേന്ന് ഉള്ള ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് എറിഞ്ഞ് പൊട്ടിക്കാത്തത്. മനസ്സിലായോ? എന്താ പോലെ സെറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞാട്ടോ, എന്താ ചെയ്യ ഇവരൊക്കെ കഥ ഞാൻ ആലോചിക്കാം. ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഒന്ന് അടിച്ചു പൊട്ടിക്ക്. ഞാൻ ആ ക്വസ്റ്റ്യൻ നിർത്തി. ഒരേപോലുള്ള ക്വസ്റ്റ്യനൊക്കെ തന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. പറയാൻ പറ്റുമോ? ഓക്കെ പറ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ പൊളി അടിപൊളി സാധന. പറ. സാർ ഓൺലൈൻ ക്ലാസ്സിൽ പുലി, മറ്റേ ഓഫ്ലൈൻ ക്ലാസ്സിൽ പാവം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഓഫ്ലൈൻ ക്ലാസ്സിൽ പാവം, ഓൺലൈനിൽ പുലി എന്ന് പറയുന്നുണ്ട്. എങ്ങനെ പറഞ്ഞു എന്തായാലും കഴിഞ്ഞു ഏകദേശം. ഇതിന്റെ ഒന്ന് പറയാം, പറ ആൻസർ പറ. യെസ്, സിമ്പിൾ ആണ്. ഈ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ എല്ലാ കൊല്ലം ചോദിക്കുന്ന ദിവസം. കാർപ്പന്റർ എന്ന വാക്കിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് സാധിക്കാത്ത വാക്കാണ്. സാധിക്കത്തില്ല ആ വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്. വേഗം നോക്കൂ. സിമ്പിൾ ആണ്. കാർപ്പന്റർ നിങ്ങൾക്ക് അറിയാലോ. യെസ്, കാർപ്പന്റർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നിങ്ങൾക്കറിയാം. അതിൽ ഒരുപാട് ലെറ്ററുകൾ ഉണ്ട്. പക്ഷെ ആ ലെറ്ററുകളിൽ ചില ലെറ്ററുകളിൽ ഇത് ഉണ്ടാവാത്ത സാധനങ്ങൾ. ഇതിൽ ഏതാ ആൻസർ തരാ? കുറെ പേര് സി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സി എന്ന് പറയുന്ന സാധനം? ഇത്രയേ ഉള്ളൂ സംഭവം. ചോദിച്ചാല് ഇവിടെ ആൻസർ എങ്ങനെയാ അത് വരുന്നത് പറഞ്ഞത്. കാർപ്പന്ററിൽ ഇവിടെ എപ്പോഴും നിങ്ങൾ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. വരാൻ പറ്റാത്തത്, വരാൻ പറ്റുന്നത്, അങ്ങനെ ചോദ്യങ്ങളിൽ നമ്മൾ എപ്പോഴും വിചാരിച്ചു വെക്കുന്ന ഒരു സാധനം ഉണ്ട്. എല്ലാ അക്ഷരങ്ങളിലും എ ഉണ്ട്. എ എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടാവും, ഇ എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടാവും, ഐ എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ എല്ലാ ലെറ്ററിലും ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക.
ആ 3-4 ലെറ്ററുകൾ നമ്മളെല്ലാ ലെറ്ററിലും ഉണ്ടെന്ന് വിചാരിച്ച് വെക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, കാർപ്പന്ററിൽ ആരുണ്ടോ നോക്ക്, കാർപ്പന്ററിൽ ഐ ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എ ഉണ്ട്, ഇയും ടിയും ഒക്കെ ഉണ്ട്. കാർപ്പന്ററിൽ ഐ എന്ന് പറഞ്ഞ നമ്പറില്ല, പക്ഷെ ലെറ്റർ ഇല്ല. ഇതിൽ ഐ ഇല്ല. കാർപ്പന്ററിൽ ഐ ഉണ്ടോ? എവിടെയെങ്കിലും ഐ കാണുന്നുണ്ടോ? CARP അല്ലേ? പക്ഷെ പെയിന്ററിൽ ആരുണ്ട്? ഐ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ 3-4 ലെറ്റർ AEIOU എന്ന് പറഞ്ഞ ആ ലെറ്റേഴ്സ് ഒക്കെ നോക്കാം. AEI അത് മതി. അപ്പൊ ആ ലെറ്റേഴ്സ് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ പെയിന്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കാരണം പെയിന്ററിൽ ഐ ഉണ്ട്, കാർപ്പന്ററിൽ ഐ ഇല്ല. സെറ്റ് അല്ലേ? സെറ്റ്. അത്രേ ഉള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാല് ഞാൻ വേഗം എന്ത് ചെയ്യാം, അമീൻ സാറെ വിളിക്കാം. റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത അമീൻ സാറാ? യെസ്, ഏതാ അമീൻ സാർ? ഓക്കെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ യെസ്, വേഗം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോണ്ട് പോകാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളെ എല്ലാ ക്വസ്റ്റ്യൻസും ഇനിയും നമുക്ക് ചെയ്യാൻ സമയമുണ്ട്. ഓരോ കുട്ടികളും എന്ത് ചെയ്യും, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്യാം, യെസ് ഓക്കെ റെഡി. അപ്പൊ വേഗം എന്ത് ചെയ്യാം, നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോണ്ട് വാ. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് എല്ലാം പഠിക്കും. നെക്ടർ. ഓക്കെ, BGR എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരേ പൊളി വൈബ് മൂഡ്. അപ്പൊ എന്തൊക്കെയായാലും അടിപൊളി ആയിട്ടുണ്ട്. അപ്പൊ എന്റെ പൊന്നുമക്കൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ വേഗം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞു. സെറ്റ് ആണല്ലോ? അപ്പൊ എന്താ ഇനിയും പഠിപ്പിക്കാൻ ഇനിയും ഷെയർ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്തോ. യെസ്, വേഗം റെഡി. അത് ചെരുപ്പൂരൊക്കെ കേട്ടാ കളിക്കിറങ്ങാൻ പോവാണല്ലോ. ചെരുപ്പിട്ട് ഇങ്ങനെ ചാടി കളിക്കാൻ കഴിയില്ല. ഞങ്ങൾ പുഷ്പരാജ്, നമുക്ക് വൈശാഖ് സാറ് പുഷ്പരാജ് ഡാൻസ് ആട്ടാലോ. നിങ്ങൾ റെഡി ആണെങ്കിൽ വൈശാഖ് സാർ റെഡി ആണെങ്കിൽ ഞാൻ അറിയാം ഒരു കാര്യം, 4500 മുകളിലേക്ക് നിങ്ങൾ ആൾക്കാർ ഞാൻ ഓടി വന്ന് പുഷ്പരാജ് കളിക്കും. തോക്കത്തില്ലടാ. ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി എക്സാം പക്ഷെ എക്സാമിന്റെ കാലഘട്ടമല്ല, അതുകൊണ്ട് പുഷ്പന കാലഘട്ട ഏതൊരു വന്നാലും. അപ്പൊ ഇനിയുണ്ട് ഒരുപാട് പേര് ലൈക്ക് ചെയ്യാത്തവരുണ്ട്. ലൈക്ക് ചെയ്തിട്ട് 4000-ലേക്ക് എത്തിച്ച് എന്നിട്ട് പോവാം. ഒന്ന് ലൈക്ക് ചെയ്തേ പെട്ടെന്ന്. ലൈക്ക്